ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിസീം ഇസക്കിയൽ എഴുതിയിട്ടുള്ള ദ പേട്രിയറ്റ് എന്ന കവിതയാണ്. നിസീം ഇസക്കിയൽ ഇന്ത്യൻ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം ജനിച്ചത് 1924 മരിച്ചത് 2004. പല ക്രിറ്റിക്സും അദ്ദേഹത്തെ കരുതുന്നത് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദറായിട്ടാണ്. ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. അദ്ദേഹത്തിൻ്റെ സറ്റാരിക്കൽ എലമെൻറ്റ്സ് നിറഞ്ഞ ഒരു കവിതയാണ് ദ പേട്രിയറ്റ്. അതായത് നമുക്ക് ഈ കവിതയിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു അംശം കാണുവാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഈ കവിതയുടെ വരികളൊന്ന് നോക്കാം. ദ പേട്രിയറ്റ്. I am standing for peace and non-violence. Why world is fighting? Why all people of world are not following Mahatma Gandhi? I am simply not understanding. Ancient Indian wisdom is 100% correct. I should say even 200% correct. But modern generation is neglecting. Too much going for fashion and foreign thing. Other day I am reading newspaper. Every day I am reading Times of India to improve my English language. How one Gunda fellow threw stone at Indira Behan. Must be student unrest fellow, I am thinking. Friends, Romans, countrymen, I am saying to myself, lend me the ears. Everything is coming. Regeneration, remuneration, contraception. Be patiently, brothers and sisters. You want one glass lassi? Very good for digestion. With a little salt, lovely drink. Better than wine. Not that I am ever tasting the wine. I am the total teetotaler, completely total. But I say wine is for the drunkards only. What do you think of prospects of world peace? Pakistan behaving like this, China behaving like that. It is making me really sad, I am telling you. Really most harassing me. All men are brothers, no? In India also, Gujaratis, Maharashtrians, Hindiwalas, all brothers. Though some are having funny habits. Still you tolerate me, I tolerate you. One day Ram Raja is surely coming. You're going? But you will visit again, anytime, any day. I am not believing in ceremony. Always I am enjoying your company. ഇനി നമുക്ക് ഈ വരികളുടെ അർത്ഥം ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കവിതയിലെ സ്പീക്കർ, ഈ കവിതയിൽ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നയാൾ ഒരു പേട്രിയറ്റാണ്, ഒരു രാജ്യസ്നേഹിയാണ്. അപ്പോൾ ഈ കവിത ശരിക്കും ഈ രാജ്യസ്നേഹി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളിനോട് സംസാരിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഒരു ഫോറിൻ പേഴ്സണോട് ഒരു രാജ്യസ്നേഹി തൻ്റെ രാജ്യത്തിൻ്റെ പ്രാചീന മഹിമയും അതുപോലെ ഗാന്ധിയൻ ആദർശവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് പൊങ്ങച്ചത്തോടെ സംസാരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ കവിതയെ വ്യാഖ്യാനിക്കാം. ഇനി നമുക്ക് നോക്കാം, അതിലെ ഒന്നാമത്തെ വരി നമുക്ക് നോക്കാം. ഐ എം സ്റ്റാൻഡിങ് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ്. ആ രാജ്യസ്നേഹി പറയുകയാണ്, ഐ എം സ്റ്റാൻഡിങ് ഫോർ പീസ്. ഞാൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നയാളാണ്, പീസിന് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. അതുപോലെ നോൺ വയലൻസ്, അക്രമരാഹിത്യത്തിനായിട്ട് നിലകൊള്ളുന്ന ആളാണ്. അതായത് ഞാൻ അക്രമത്തിനൊപ്പമല്ല എന്നാണ് പറയുന്നത്. വൈ വേൾഡ് ഈസ് ഫൈറ്റിംഗ്. എന്നിട്ട് ആ രാജ്യസ്നേഹി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ ഓൾ പീപ്പിൾ ഓഫ് വേൾഡ്, ഈ ലോകത്തെ മുഴുവൻ ആളുകളും ആർ നോട്ട് ഫോളോയിങ് മഹാത്മാഗാന്ധിയെ ഫോളോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് തുടക്കത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ രാജ്യസ്നേഹി, ഈ പേട്രിയറ്റ് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഐ ആം സിംപ്ലി നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഐ ആം സിംപ്ലി നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. എനിക്കിത് മനസ്സിലാകുന്നതേയില്ല. എന്തുകൊണ്ടാണ് ഈ ആളുകളൊന്നും മഹാത്മാഗാന്ധിയുടെ അക്രമരാഹിത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ പാത പിന്തുടരാത്തത്? എന്തുകൊണ്ട് ഇവരൊക്കെ അക്രമത്തിലേക്ക് പോകുന്നു? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഏൻഷ്യൻ്റ് ഇന്ത്യൻ വിസ്ഡം ഈസ് 100% കറക്റ്റ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ പുരാതന ഇന്ത്യയുടെ വിസ്ഡം, പുരാതന ഇന്ത്യയുടെ അറിവ്, വിവേകം, പുരാതന ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം
ഈസ് 100% കറക്റ്റ്. അത് 100% ശരിയാണ്. ഈ അക്രമരാഹിത്യത്തിൻ്റെ പരസ്പര ഐക്യത്തിൻ്റെ ആ ഒരു പാഠമാണ് നമുക്ക് പഴയ ഇന്ത്യയിൽ നിന്നും പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് 100% ശരിയാണെന്നാണ് ഈ രാജ്യസ്നേഹി പറയുന്നത്, ഈ പേട്രിയറ്റ് പറയുന്നത്. എന്നാൽ അത് സ്ട്രെസ്സ് ചെയ്യാനായിട്ട്, അതിനൊന്ന് ഊന്നൽ നൽകാനായിട്ട് അദ്ദേഹം പറയുന്നു, ഐ ഷുഡ് സേ ഈവൻ 200% കറക്റ്റ്, 200% ശരിയാണെന്ന്. അതായത് 100നും മേലെ അത്ര കൃത്യമാണ്, അല്ല അത്രയ്ക്ക് ശരിയാണെന്ന് സ്ട്രെസ് ചെയ്ത് പറയുകയാണ് നമ്മുടെ ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്ന, പ്രാചീന ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു പാഠം. ബട്ട് മോഡേൺ ജനറേഷൻ ഈസ് നെഗ്ലക്റ്റിംഗ്. എന്നാൽ നമ്മുടെ ആധുനിക തലമുറ, നമ്മുടെ പുതുതലമുറ, ഇപ്പോഴത്തെ ആളുകൾ എന്ത് ചെയ്യുകയാണ്? നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, ഇതെല്ലാം അവഗണിക്കുകയാണ്. നമ്മുടെ പ്രാചീന ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ത് ചെയ്യുന്നു? ആധുനിക തലമുറ, മോഡേൺ തലമുറ, ജനറേഷൻ അവർ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ അവർ അവഗണിക്കുന്നു, അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ടോ ടൂ മച്ച് ഗോയിങ് ഫോർ ഫാഷൻ ആൻഡ് ഫോറിൻ തിങ്. അവരെന്ത് ചെയ്യുന്നു? ടൂ മച്ച് ഗോയിങ്, വളരെയധികം പോകുന്നു അല്ലേ, ഫോർ ഫാഷൻ ആൻഡ് ഫോറിൻ തിങ്, ഫാഷൻ്റെ പിന്നാലെ, അതുപോലെ ഫോറിൻ തിങ്, വിദേശ കാര്യങ്ങളുടെ പിന്നാലെ. ഇപ്പോൾ വിദേശ നിർമ്മിത വസ്തുക്കൾ, ഉപകരണങ്ങൾ, അതുപോലെ മറ്റ് സംസ്കാരം, എല്ലാത്തിൻ്റെയും പിന്നാലെ പായുകയാണ് നമ്മുടെ ആധുനിക തലമുറ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതർ ഡേ ഐ എം റീഡിങ് ന്യൂസ് പേപ്പർ. കഴിഞ്ഞ ദിവസം ഞാൻ പത്രം വായിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം റീഡിങ് ന്യൂസ് പേപ്പർ. എവ്രി ഡേ ഐ ആം റീഡിങ് ടൈംസ് ഓഫ് ഇന്ത്യ. എന്നിട്ട് ബ്രാക്കറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അല്ലേ, എക്സ്ട്രാ ആയിട്ടൊരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. എവ്രി ഡേ ഐ ആം റീഡിങ് ടൈംസ് ഓഫ് ഇന്ത്യ. എല്ലാ ദിവസവും ഞാൻ വായിക്കുന്നത് ഏത് പത്രമാണ്? ടൈംസ് ഓഫ് ഇന്ത്യയാണ് അല്ലേ. അതൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. എന്തിനാണ്? ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് ഞാൻ വായിക്കുന്നത് ഏതാണ്? ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് പേപ്പറാണ്. എന്നിട്ട് അദ്ദേഹം ആ ന്യൂസ് പേപ്പറിൽ കണ്ട കാര്യം പറയുകയാണ്. ഹൗ വൺ ഗുണ്ട ഫെലോ ത്രൂ സ്റ്റോൺ അറ്റ് ഇന്ദിരാ ബെഹൻ. അപ്പോൾ അദ്ദേഹം ആ പത്രത്തിൽ കണ്ടു, ഹൗ വൺ ഗുണ്ട ഫെലോ, ഒരു ഗുണ്ടയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തു? ത്രൂ സ്റ്റോൺ, കല്ലെറിഞ്ഞു, അറ്റ് ഇന്ദിരാ ബെഹൻ. ആരെയാണ് കല്ലെറിഞ്ഞത്? അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ. നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ആ ഒരു രീതിയിൽ ആ രാജ്യസ്നേഹി പറയുന്നു ഇന്ദിരാ ബെഹൻ, സിസ്റ്റർ എന്നുള്ള രീതിയിൽ പറയുന്നു. ആ ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയെ കല്ലെറിഞ്ഞ വാർത്ത അദ്ദേഹം വായിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ടോ മസ്റ്റ് ബി സ്റ്റുഡൻറ്റ് അൺറെസ്റ്റ് ഫെലോ ഐ എം തിങ്കിങ്. എന്നിട്ട് രാജ്യസ്നേഹിയായിട്ടുള്ള നമ്മുടെ സ്പീക്കർ പറയുകയാണ്, മസ്റ്റ് ബി സ്റ്റുഡൻറ്റ് അൺറെസ്റ്റ് ഫെലോ. ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം, അൺറെസ്റ്റ്, അസ്വസ്ഥനായിട്ടുള്ളൊരു വിദ്യാർത്ഥി ഫെലോ ആയിരിക്കണം, അസ്വസ്ഥനായൊരു വിദ്യാർത്ഥി സുഹൃത്തായിരിക്കണം അങ്ങനെ ചെയ്തത്. ഐ ആം തിങ്കിങ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് നമ്മുടെ പേട്രിയറ്റ് പറയുന്നത്. എന്നിട്ട് ഫ്രണ്ട്സ്, റോമൻ കൺട്രിമെൻ, ഐ ആം സെയിങ് ടു മൈസെൽഫ് ലെൻഡ് മീ ദി ഇയേഴ്സ്. ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ നമ്മൾ കാണുന്നതാണ്. മാർക്ക് ആൻ്റണി എന്ന ജൂലിയസ് സീസറിൻ്റെ സേനാനായകൻ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ അവർ എന്ന് അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുകയാണ് അല്ലേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, ലെൻ മീ ദി ഇയേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലെൻ മീ ദി ഇയേഴ്സ്, ആ കാതുകൾ എനിക്കൊന്ന് കടം തരൂ. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? ശ്രദ്ധിക്കാൻ. ഈ അക്രമത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കൂ, നിങ്ങളൊന്നും കാണിക്കരുത്. എന്നിട്ട് ടു മൈസെൽഫ്, സ്വയം പറയുന്ന രീതിയിലാണ് ഇതൊക്കെ അങ്ങ് പറയുന്നത്, അല്ലാതെ വേറെ ആരെയും വിളിച്ച് പറയുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം സ്വയം തന്നെ ഇങ്ങനെ അങ്ങ് പറയുകയാണ്. എവ്രിതിങ് ഈസ് കമ്മിങ്. നിങ്ങളെന്തിനാണ് ഈ പ്രശ്നത്തിന് പോകുന്നത് അല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ പ്രശ്നത്തിനൊക്കെ പോകുന്നത്? എവ്രിതിങ് ഈസ് കമ്മിങ്, എല്ലാം വരുന്നുണ്ട്, എല്ലാം നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ്? റീജനറേഷൻ, റെമ്യൂണറേഷൻ, കോൺട്രസെപ്ഷൻ. റീജനറേഷൻ എന്താണ്? റിപ്പയർമെൻറ്റ്, റിപ്പയറിങ്, എല്ലാം റിപ്പയർ ചെയ്യാൻ പോവുകയാണ്, എല്ലാം പുതുക്കി പണിയാനായിട്ട് പോവുകയാണ് അല്ലേ, എല്ലാത്തിനും മാറ്റം വരികയാണ്. അതുപോലെ റെമ്യൂണറേഷൻ, വേതനം, കൂലി, ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം, അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ കോൺട്രസെപ്ഷൻ എന്താണ്? ഗർഭനിരോധനം എന്നാണല്ലേ. ശരിക്കും പറഞ്ഞാൽ എമർജൻസി പീരീഡിൽ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഒരു 20 പോയിൻ്റ് പ്രോഗ്രാം മുന്നോട്ട് വെക്കുകയുണ്ടായി. പിന്നീട് അത് 25 പോയിൻ്റ് പ്രോഗ്രാമാക്കി മാറ്റി. അതിനകത്ത് ഫാമിലി പ്ലാനിങ് വരുന്നുണ്ട്. ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം എന്ന് പറയുന്ന വിഷയം കൂടെ വരുന്നുണ്ട്. എന്നാൽ പല ക്രിട്ടിക്സും കളിയാക്കി പറയുന്നു, ഈ കോൺട്രസെപ്ഷൻ എന്ന് പറയുമ്പോൾ, ഗർഭനിരോധനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫ്രീ സെക്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോലെ ഫ്രീ സെക്സ് ആകാം, നിങ്ങളാരും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളാരും പരാതിപ്പെടേണ്ട കാര്യമില്ല, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പലരും ആ ഒരു പരിഹാസ രീതിയിൽ ഇതിനെ പരിഗണിക്കാറുണ്ട്.
എന്നിട്ട് ആ രാജ്യസ്നേഹി പറയുകയാണ്, ബി പേഷ്യൻ്റ്ലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ക്ഷമ കാണിക്കൂ അല്ലേ, അക്ഷമരാകാതിരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നു. യു വോണ്ട് വൺ ഗ്ലാസ് ലസ്സി, വെരി ഗുഡ് ഫോർ ഡൈജഷൻ. എന്നിട്ട് ചോദിക്കുകയാണ്, യു വോണ്ട് വൺ ഗ്ലാസ്, നിങ്ങൾക്ക് വേണോ ഒരു ഗ്ലാസ് ലസ്സി വേണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമ്മുടെ ഇന്ത്യൻ ഡ്രിങ്ക് ആയിട്ടുള്ള തൈര് ഉപയോഗിച്ചുള്ള നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നൊരു പാനീയം, ഒരു ഇന്ത്യൻ ഡ്രിങ്ക്, നമ്മുടെ ഇന്ത്യൻ പാനീയം. അപ്പോൾ അത് വേണോ എന്നാണ് ചോദിക്കുന്നത്, ഒരു ഗ്ലാസ്. വെരി ഗുഡ് ഫോർ ഡൈജഷൻ. എന്നിട്ട് പാട്രിയറ്റ് പറയുന്നത് എന്താണ്, വെരി ഗുഡ്, ഇത് വളരെ നല്ലതാണെന്നാണ് അല്ലേ. ഫോർ ഡൈജഷൻ, എന്തിന്, നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. വിത്ത് ലിറ്റിൽ സോൾട്ട് ലവ്ലി ഡ്രിങ്ക്, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്, പാനീയമാണ്. ബെറ്റർ ദാൻ വൈൻ, ഇത് വൈനേക്കാളും അല്ലേ, ആൽക്കഹോളിക് ഡ്രിങ്ക്സിനേക്കാളും വളരെ സൂപ്പറാണെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നോട്ട് ദാറ്റ് ഐ ആം എവർ ടേസ്റ്റിംഗ് ദ വൈൻ, അതായത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വൈൻ കുടിച്ചിട്ടുണ്ട് എന്നല്ല, അതായത് ഞാൻ വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ല പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നു, ഐ ആം ദ ടോട്ടൽ ടീറ്ററ്റല്ലർ, കംപ്ലീറ്റ്ലി ടോട്ടൽ. എന്താണ്, ഞാൻ ടോട്ടലായും ഒരു ടീറ്ററ്റലറാണ്. ടീറ്ററ്റലർ മീൻസ് ഡ്രങ്കാർഡിൻ്റെ ഓപ്പോസിറ്റാണ്, മദ്യപൻ്റെ ഓപ്പോസിറ്റാണ്, മദ്യവർജിയാണ്, മദ്യം ഉപയോഗിക്കാത്ത ആളാണ്. കംപ്ലീറ്റ്ലി ടോട്ടൽ എന്നിട്ട് പറയുകയാണ്, തീർത്തും കംപ്ലീറ്റ് ആയിട്ടും ടോട്ടലായിട്ടും. ബട്ട് ഐ സേ, എന്നാൽ ഞാൻ പറയുകയാണ്, എങ്കിലും ഞാൻ പറയുന്നു വൈൻ ഈസ് ഫോർ ദ ഡ്രങ്കാർഡ്സ് ഓൺലി. വൈൻ ആർക്കുള്ളതാണ്, മദ്യം ആർക്കുള്ളതാണ്, ഡ്രങ്കാർഡ്സിന്, മദ്യപന്മാർക്കുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ അടുത്ത ഒരു കാര്യത്തിലേക്ക് വരികയാണ്, വാട്ട് യു തിങ്ക് ഓഫ് പ്രോസ്പെക്ട്സ് ഓഫ് വേൾഡ് പീസ്. വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഓഫ് പ്രോസ്പെക്ട്സ് ഓഫ് വേൾഡ് പീസ്. അദ്ദേഹം ആ കേൾക്കുന്നയാളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കരുതുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ശ്രോതാക്കളോട്, നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കരുതുന്നു, എന്തിനെ പറ്റിയിട്ടാണ്, വേൾഡ് പീസിൻ്റെ പ്രോസ്പെക്ട്സിനെ പറ്റി അല്ലേ, ലോക സമാധാനത്തിൻ്റെ സാധ്യതകളെ പറ്റി നിങ്ങൾ എന്താണ് കരുതുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നമ്മുടെ പേട്രിയറ്റ് പറയുകയാണ്, പാകിസ്ഥാൻ ബിഹേവിങ് ലൈക്ക് ദിസ്, പാകിസ്ഥാൻ്റെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ചൈന ബിഹേവിങ് ലൈക്ക് ദാറ്റ്, ചൈനയാണെങ്കിലോ ഇത് അങ്ങനെ പെരുമാറുന്നു. ഇറ്റ് ഈസ് മേക്കിംഗ് മീ റിയലി സാഡ്, ഐ ആം ടെല്ലിങ് യു. ഇറ്റ് ഈസ് മേക്കിംഗ് മീ റിയലി സാഡ്, ഇതൊക്കെ ശരിക്കും എന്നെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. ഐ ആം ടെല്ലിങ് യു, ഞാൻ നിങ്ങളോട് പറയുകയാണ്. റിയലി, ശരിക്കും. മോസ്റ്റ് ഹരാസിങ് മീ, എന്നെ ഭയങ്കരമായിട്ട് ഇത് ഹരാസ് ചെയ്യുന്നു അല്ലെ, ടോർച്ചർ ചെയ്യുന്നു, എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നു. ഓൾ മെൻ ആർ ബ്രദേഴ്സ്, നോ, എല്ലാ മനുഷ്യരും ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ്. നോ, അല്ലേ. ഇൻ ഇന്ത്യയിൽ ഓൾസോ ഗുജറാത്തീസ് അല്ലെ, ഇന്ത്യയിലും നമ്മുടെ ഇന്ത്യയിലെ കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തീസ് ഉണ്ട് അല്ലെ, മഹാരാഷ്ട്രീയൻസ്, മഹാരാഷ്ട്രക്കാരുണ്ട്, ഹിന്ദി വാലാസ് ഉണ്ട്, ഹിന്ദിക്കാരുണ്ട്. ഓൾ ബ്രദേഴ്സ്, എല്ലാവരും എന്താണ്, സഹോദരന്മാരാണ്. ദോ സം ആർ ഹാവിങ് ഫണ്ണി ഹാബിറ്റ്സ് അല്ലെ, സ്റ്റിൽ യു ടോളറേറ്റ് മീ, ഐ ടോളറേറ്റ് യു. ചില ആളുകൾക്ക് ദോ സം ആർ ഹാവിങ് ഫണ്ണി ഹാബിറ്റ്സ്, ചില ആളുകൾ ഫണ്ണി ഹാബിറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലേ, രസകരമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ചില ആളുകൾക്കുണ്ടെങ്കിൽ പോലും, അങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റിൽ, എന്നിട്ടും യു ടോളറേറ്റ് മീ, നിങ്ങൾ എന്നെ സഹിക്കുന്നു, ഐ ടോളറേറ്റ് യു, ഞാൻ നിങ്ങളെ സഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നിട്ട് ആ ഗാന്ധിയനായിട്ടുള്ള നമ്മുടെ പേട്രിയറ്റ് പറയുകയാണ്, വൺ ഡേ രാം രാജ്യ ഈസ് ഷുവർലി കമ്മിങ്, ഒരു നാൾ രാമരാജ്യം തീർച്ചയായിട്ടും വരും. യു ആർ ഗോയിങ്, ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇതൊക്കെ കേട്ടിട്ട് യു ആർ ഗോയിങ്, നിങ്ങൾ പോവുകയാണോ. ബട്ട് യു വിൽ വിസിറ്റ് അഗൈൻ എനി ടൈം എനി ഡേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യു വിൽ വിസിറ്റ് അഗൈൻ, നിങ്ങൾക്ക് എപ്പോൾ വേണേലും സന്ദർശിക്കാം, എനി ടൈം, ഏത് സമയത്തും, എനി ഡേ, ഏത് ദിവസവും. ഐ ആം നോട്ട് ബിലീവിങ് ഇൻ സെറിമണി, ഐ ആം നോട്ട് ബിലീവിങ് ഇൻ ഫോർമാലിറ്റി, ഫോർമാലിറ്റിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല, എനിക്ക് യാതൊരു ഔപചാരികതയിലും വിശ്വാസമില്ല. ഓൾവേസ്, എല്ലായ്പ്പോഴും, എപ്പോഴും, ഐ ആം എൻജോയിങ് യുവർ കമ്പനി, നിങ്ങളുടെ കമ്പനി എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ സൗഹൃദം എനിക്കിഷ്ടമാണ് കേട്ടോ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം. അത് കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന ആളിനോട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. ഇനി ഈ കവിത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഇംഗ്ലീഷ് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അല്ല എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, ഇന്ത്യൻ ഇംഗ്ലീഷ്. നമ്മൾ അതായത് ഇന്ത്യക്കാർ ധാരാളം തെറ്റുകളോടുകൂടി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിലാണ് അദ്ദേഹം ഈ കവിത മുഴുവൻ എഴുതിയിരിക്കുന്നത്. നിസീം ഇസക്കിയലിൻ്റെ പല കവിതകളിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ രാജ്യസ്നേഹി, ദ പേട്രിയറ്റ്,
നമ്മുടെ ഈ കവിതയിലെ രാജ്യസ്നേഹി ഒരു സാധാരണ ഇന്ത്യക്കാരനാണ്. എന്നാൽ അയാൾ ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം രാജ്യസ്നേഹം പറയുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ നമുക്കവിടെ സറ്റാരിക്കലായിട്ട് കാണുവാൻ സാധിക്കുന്ന കാര്യം, നമുക്ക് അവിടെ ഒരു ഹ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്, ഫോറിനായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയാണ്. അതുപോലെ പറയുന്നുണ്ട്, അദ്ദേഹം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്ര ശരിയല്ല എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പല ഇന്ത്യക്കാരും ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പലപ്പോഴും അദ്ദേഹം കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിലൂടെ അദ്ദേഹം ഒരു ഹ്യൂമർ കൊണ്ടുവരുവാനായിട്ട് തൻ്റെ കവിതകളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഐ ആം സ്റ്റാൻഡിങ് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ്. ഐ സ്റ്റാൻഡ് ഫോർ എന്നുള്ളതിന് അദ്ദേഹം ഐ ആം സ്റ്റാൻഡിങ് ഫോർ, അദ്ദേഹം കണ്ടിന്യൂസ് ടെൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഈ കണ്ടിന്യൂസ് ടെൻസ് അദ്ദേഹം ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ആം സിംപ്ലി നോട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഐ സിംപ്ലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിന് പകരം ഐ ആം സിംപ്ലി നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ അതർ ഡേ, കഴിഞ്ഞ ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ദി അതർ ഡേ എന്നായിരുന്നു പറയേണ്ടത്. അതിന് പകരം അതർ ഡേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടെന്താണ് ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഐ വാസ് റീഡിങ് എന്നുള്ളതിന് പകരമായിട്ട്. അങ്ങനെ ധാരാളം കേസുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേൾഡ്, വൈ ദ വേൾഡ് എന്നുള്ളതിന് പകരം രണ്ടാമത്തെ വരിയിൽ തന്നെ വേൾഡ് ഈസ് ഫൈറ്റിംഗ്, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഫൈറ്റിംഗ് എന്ന്. അതുപോലെ ബി പേഷ്യൻ്റ്ലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബി പേഷ്യൻ്റ് എന്ന് മാത്രം മതി ശരിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത വരിയിൽ യു വോണ്ട് വൺ ഗ്ലാസ് ലസ്സി, യു വോണ്ട് എ ഗ്ലാസ് ഓഫ് ലസ്സി എന്നുള്ളതിന് പകരം യു വോണ്ട് വൺ ഗ്ലാസ് ലസ്സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ധാരാളം നമ്മുടെ ഇന്ത്യക്കാർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് ഈ കവിതയിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ കവിത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിതയുടെ പേര് ദ പേട്രിയറ്റ് എന്നാണ്, രാജ്യസ്നേഹി എന്നാണ്. അപ്പോൾ ഈ കവിതയിൽ മൊത്തത്തിൽ രാജ്യസ്നേഹം തുളുമ്പുന്ന തരത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും നമുക്ക് ഇത് കവിത വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണോ ശരിക്കും, അതോ അദ്ദേഹം അഭിനയിക്കുകയാണോ എന്നൊരു സംശയമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്, അദ്ദേഹം എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഇംഗ്ലീഷ് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് പത്രം, ന്യൂസ് പേപ്പറാണ് അദ്ദേഹം വായിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ടല്ലേ, എന്താണത്, റീജനറേഷൻ, റെമ്യൂണറേഷൻ, കോൺട്രസെപ്ഷൻ, ഇതൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അദ്ദേഹവും ആ ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൾച്ചറിലേക്ക് പോകുന്ന തരത്തിൽ അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരുന്നു. ദ പേട്രിയറ്റ് എന്നുള്ള കവിത നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സറ്റയർ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മുടെ ഇന്ത്യക്കാരുടെ മുറി ഇംഗ്ലീഷിനെ കളിയാക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ഇംഗ്ലീഷ്, നോൺ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ, അത്തരത്തിൽ ഈ വരികൾ ഉപയോഗിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു മികച്ച ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്തിരുന്ന പ്രൊഫസർ കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും കണ്ടുവന്നിരുന്ന കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെ ഉള്ളതായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പല കവിതകളിലും എഴുതിയിരുന്നത്. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ കവിതയിലെ സ്പീക്കറായിട്ടുള്ള രാജ്യസ്നേഹിയാണ്. അദ്ദേഹം ഇത്രയധികം കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലെ, രാജ്യസ്നേഹം തുളുമ്പുന്ന തരത്തിൽ ഗാന്ധിയൻ ആദർശങ്ങളെപ്പറ്റി, അതുപോലെ നമ്മുടെ പ്രാചീന ഇന്ത്യ നമുക്ക് നൽകുന്ന പാഠത്തെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഫോറിൻ എലമെൻറ്റ്സ് ഇപ്പോഴും സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അല്ലെ, ഫോറിൻ കാര്യങ്ങളുടെ പിന്നാലെ പായുന്ന പുതുതലമുറയെ അദ്ദേഹം വിമർശിക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹം അറിയാതെ പറയുന്നുണ്ട്. എന്താണത്? അദ്ദേഹവും ഇംഗ്ലീഷ് പത്രമാണ് വായിക്കുന്നത്. അതുപോലെ അദ്ദേഹവും ഈ കവിതയിൽ പോലും ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ കവിതയെ ഒരു സറ്റയറിക്കൽ പോയം എന്ന് വേണമെങ്കിൽ പറയാം.